എല്ലാവർക്കും സ്വാഗതം. 10th ക്ലാസ്സിലെ ഹിന്ദി NCERT സഞ്ജയനിലെ 3rd ചാപ്റ്റർ അഥവാ ലാസ്റ്റ് ചാപ്റ്ററായ ടോപ്പി ശുക്ലയുടെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. NCERT സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആൻസേഴ്സ് തന്നെയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇഫൻ ടോപ്പി ശുക്ല കി കഹാനി കാ മെഹത്വപൂർണ്ണ ഹിസ്സ കിസ് തരഹ സെ ഹെ. ഇഫൻ എന്ന് പറയുന്ന ക്യാരക്ടർ ടോപ്പി ശുക്ല എന്ന കഥയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? എങ്ങനെയാണത്? ഇഫൻ ടോപ്പി ശുക്ല കഹാനി കാ മെഹത്വപൂർണ്ണ ഹിസ്സ ഹെ. ഇഫൻ എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ഇഫൻ എന്ന വ്യക്തി ടോപ്പി ശുക്ല എന്ന കഥയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, കഥയുടെ ഭാഗമാണ്. ഇവിടെ ഇഫനെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ വ്യക്തിയായിട്ടും ടോപ്പി ശുക്ല ഒരു കഥയായിട്ടും ആണ് പറയുന്നത്. ആ കഥയുടെ ഒരു മഹത്വപൂർണ്ണമായിട്ടുള്ളൊരു ഭാഗമാണ് ഇഫൻ. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ടോപ്പി ശുക്ല കി പെഹലി ദോസ്തി ഇഫൻ കെ സാത്ത് ഹി ഹുയി തി. ടോപ്പി ശുക്ല എന്ന് പറയുന്ന ക്യാരക്ടർ അഥവാ വ്യക്തി, ഇവിടെ കഥയല്ല വ്യക്തി, ടോപ്പി ശുക്ലയുടെ ആദ്യത്തെ ഫ്രണ്ട്ഷിപ്പ് ഇഫനുമായിട്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ്. ഇഫൻ കെ ബിന ടോപ്പി ശുക്ല കാ ജീവൻ അധൂര ഹെ. ഇഫൻ ഇല്ലാതെ ടോപ്പി ശുക്ലയുടെ ജീവിതം ഇൻകംപ്ലീറ്റ് ആണ്, അധൂര, പൂർണ്ണമല്ല. ഇഫൻ കെ ബിന ടോപ്പി കി കഹാനി കോ സംജാ നഹി ജാ സക്ത. ഇഫൻ ഇല്ലാതെ ടോപ്പിയുടെ കഥ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനും കഴിയില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാനും കഴിയില്ല. സംജാ നഹി ജാ സക്ത, മനസ്സിലാക്കാനും കഴിയില്ല. ദോനോ അലഗ് അലഗ് മജഹബ് കെ ഹോത്തെ ഹുയെ ബി, രണ്ടുപേരും വേറെ വേറെ മതത്തിൽപ്പെട്ടവരായിട്ടും കൂടി, മജഹബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലീജിയൻ, മതം, ഏക് ദൂസരെ സെ അട്ടൂട്ട് രൂപ സെ ജുഡേ ഹുയേ ഹേ. അട്ടൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിനാ ടൂട്ടാ ഹുവ, പൊട്ടാത്ത, പറഞ്ഞാൽ ഒരാൾ ഇനിയൊരാളുമായിട്ട് വേർതിരിക്കാൻ കഴിയാത്ത വിധത്തിൽ കണക്റ്റഡ് ആണ്, അറ്റാച്ച്ഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫൻ കി ദാദി അപ്നെ പീഹർ ക്യൂ ജാനാ ചാഹത്തി തി. പീഹർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മായ്ക്ക, അമ്മയുടെ വീട്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളിപ്പോൾ കുട്ടികളാണ് അമ്മയുടെ അടുത്തിരിക്കുന്ന സമയത്ത് അമ്മയുടെ വീടിനെ നമ്മൾ പീഹർ അല്ലെങ്കിൽ മായ്ക്ക എന്ന് പറയില്ല. കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികൾ പോയതിന് ശേഷം പിന്നെ അവർ ഭർത്താവിൻ്റെ വീട്ടിലല്ലേ താമസിക്കുക, അപ്പോൾ അവർ അമ്മയുടെ വീട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിനെ മായ്ക്ക എന്ന് പറയും, അഥവാ പീഹർ എന്ന് പറയും. അപ്പോൾ ഇഫൻ്റെ ദാദി അഥവാ അച്ഛൻ്റെ അമ്മ, ദാദി, പീഹർ അവരുടെ മൈക്കയിലേക്ക്, അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ എന്തുകൊണ്ടാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്? അവർക്ക് എപ്പോഴും അമ്മയുടെ വീട്ടിലേക്ക് പോകണം, അവരുടെ വീട്ടിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹമായിരുന്നു അല്ലേ? എന്തുകൊണ്ടാണ് ഇഫൻ കി ദാദി പീഹർ ഇസ്ലിയെ ജാനാ ചാത്തി തി ക്യോങ്കി, എന്തുകൊണ്ടാണ് ഇഫൻ്റെ ദാദി അമ്മയുടെ വീട്ടിലേക്ക്, അവരുടെ അമ്മയുടെ വീട്ടിലേക്ക്, ദാദിയുടെ അമ്മ അവരുടെ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നത് എന്ന് വെച്ചാൽ, ജമീന്ദാർ പരിവാർ കി ബേട്ടി തി. അവർ ജമീന്ദാർ എന്ന് വെച്ചാൽ ലാൻഡ് ലോഡ്, കുറേ ലാൻഡൊക്കെ കൈവശമുള്ള അങ്ങനെ ഒരു കുടുംബത്തിലെ അങ്ങനെ ഒരാളുടെ മകളായിരുന്നു ഇഫൻ്റെ ദാദി. ഉൻകെ പീഹർ മേ ഘീ ദൂത് വ ദഹി കി ഭർമാർ ഥി. അവരുടെ വീട്ടിൽ പീഹർ, അവരുടെ മൈക്ക, അതിൻ്റെ അർത്ഥം ദാദിയുടെ അമ്മയുടെ വീട്ടിൽ നെയ്യും പാലും തൈരും എല്ലാം ഇഷ്ടം പോലെ ഉള്ള വീടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അത്യാവശ്യം നന്നായിട്ട് ജീവിക്കാൻ നല്ല സാഹചര്യമുള്ള വീട്ടിലെ സ്ത്രീ ആയിരുന്നു അവർ, അല്ലേ? ഉന്നോനെ ഷാദി സെ പെഹലെ പീഹർ മേ ഖൂബ് ദൂത് ദഹി ഖായാ താ. കല്യാണത്തിൻ്റെ മുമ്പ്, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവരുടെ വീട്ടിൽ ഒരുപാട് പാലും തൈരും നെയ്യും എല്ലാം കഴിച്ച് വളർന്ന ഒരു സ്ത്രീയാണ്. ബാദ്മേ വേ ലക്നൗക്കെ മൗലവീസെ ബ്യാഹ് ഗൈത്തി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ലക്നൌവിലുള്ള മൗലവി ആയിട്ട് ആയിരുന്നു അവരുടെ വിവാഹം കഴിഞ്ഞത്. ബ്യാഹ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം, വിവാഹം കഴിക്കുക. മൗലവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇസ്ലാം ധർമ്മത്തിലെ ആചാര്യന്മാരെയാണ് മൗലവി എന്ന് പറയുക, അല്ലേ? അപ്പം മൗലവിമാരെന്ന് പറയുന്ന സമയത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള വീടായിരിക്കും, അല്ലേ? അങ്ങനെയുള്ളവരുടെ വീട്. ജഹാ ഉനെ അപ്നി മൗലവി പതിക്ക് നിയന്ത്രൺ മേ രഹന പടുത്താത്ത. അപ്പം എന്താണ്? കല്യാണം കഴിച്ചു വന്നതിന് ശേഷം ജഹാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവിൻ്റെ വീട്ടിൽ ആ മൗലവി ആയിട്ടുള്ള ഭർത്താവ്, അവരുടെ നിയന്ത്രണത്തിലായിരുന്നു അവർക്ക് ജീവിക്കേണ്ടി വന്നത്. പീഹർ ജാനെ പർ വേ സ്വതന്ത്ര അനുഭവ് കർത്തി തി. അവരുടെ വീട്ടിൽ, മൈക്കയിൽ, അവരുടെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അവർ ഭയങ്കര സ്വതന്ത്രമായിട്ട് ഫീൽ ആവുമായിരുന്നു അവർക്ക്. ഓർ ലപ്പട്ട് ശപ്പട്ട് ജി ഭർക്കർ ദൂത് ദഹി ഖാത്തി തി. ലപ്പട്ട് ശപ്പട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടിയ പോലെ, തോന്നിയ പോലെ എന്നൊക്കെ പറയില്ലേ, അതിന് മനസ്സ് വയറൊക്കെ നിറയെ അവർക്ക് പാലും തൈരും എല്ലാം കഴിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അവരുടെ വീട്ടിൽ, അവർ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീട്ടിൽ എന്താണ്? മൗലവിയായിരുന്നു ഭർത്താവ്. അതുകൊണ്ട് അവർക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ അവർക്ക് അവിടെ ജീവിച്ച പോലെ, അവരുടെ അമ്മയുടെ വീട്ടിൽ ജീവിച്ച പോലെ അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു. ഇസി കാരണം ഉൻകാ മൻ ഹർ സമയ പീഹർ ജാനെ കോ തരസ്താത്ത. ഈ കാരണം കൊണ്ടാണ് അവരുടെ മനസ്സ് എന്നും അവരുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകണം എന്ന് വെമ്പുന്നുണ്ടായിരുന്നത്. തരസ്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും തോന്നുക, വെമ്പൽ എന്നൊക്കെ പറയില്ലേ.
नेक्स्ट क्वेश्चन, इफ़न की दादी अपने बेटे की शादी में गाने बजाने की इच्छा पूरी क्यों नहीं कर पाई? ഇഫൻ്റെ ദാദിക്ക് തൻ്റെ മകൻ്റെ കല്യാണത്തിന് പാടാനും കൊട്ടാനും ഒക്കെയുള്ള ആഗ്രഹം എന്തുകൊണ്ടാണ് പൂർത്തീകരിക്കാൻ സാധിക്കാത്തത്? ഗാനെ ബജാനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാടുക, കൊട്ടുക, കളിക്കുക എല്ലാം കൂടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇഫൻ की दादी अपने बेटे की शादी में गाने बजाने की इच्छा पूरी इसलिए नहीं कर पाई क्योंकि ഇഫൻ്റെ ദാദിക്ക് തൻ്റെ മകൻ്റെ കല്യാണത്തിന് പാടാനും കൊട്ടാനും ഒന്നും കഴിയാത്തതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ദാദി ക വിവാഹ ഏക് മൗലവി പരിവാർ മേ ഹുവാ താ. ദാദിയുടെ കല്യാണം ഒരു മൗലവി കുടുംബത്തിലായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ദാദി കഴിച്ചിരിക്കുന്നത് ഒരു മൗലവി ആയിരുന്നു. അപ്പോൾ അവരുടെ മൗലവിയുടെ കുടുംബമായിരുന്നു. और मौलवियों में शादी विवाह के समय जश्न मनाने या गाना बजाने का रिवाज नहीं था. ജശ്ൻ മനാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുക കേട്ടോ. സന്തോഷമുള്ള സമയത്ത് അത് സെലിബ്രേറ്റ് ചെയ്യണതിനാണ് പറയുക ജശ്ൻ മനാന. അപ്പോൾ മൗലവിയുടെ കുടുംബത്തിൽ എന്താണ് ഇങ്ങനെ വിവാഹങ്ങളൊക്കെ ഉള്ള സമയത്ത് ആ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം എന്താണ്? പാടുക, കൊട്ടുക അല്ലെങ്കിൽ കളിക്കുക അങ്ങനെയുള്ളത് പാടില്ലാത്തതായിരുന്നു. റിവാസ് നെഹിത്ത. റിവാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രഡീഷൻ, അവരുടെ ട്രഡീഷൻ അല്ലായിരുന്നു അത്. അതിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മി ശബ്ദ പർ ടോപ്പി കെ ഘർവാലോं की क्या प्रतिक्रिया हुई? അമ്മി എന്ന് വിളിച്ച സമയത്ത് ടോപ്പിയുടെ വീട്ടിലുള്ള ആൾക്കാരുടെ റെസ്പോൺസ്, അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ടോപ്പി എന്താ വിളിച്ചത്? അമ്മി എന്ന് വിളിച്ചു അല്ലേ. അപ്പോൾ ടോപ്പി ശുക്ലാക്കെ ഘർവാലെ ആധുനിക് ഹോനെ സാത്ത് സാത്ത് കട്ടർ ഹിന്ദു ബി തേ. ടോപ്പി ശുക്ലയുടെ വീട്ടിലുള്ളവർ കുറച്ച് മോഡേണും ആയിരുന്നു എന്ന് മാത്രമല്ല അവർ പക്ക ഹിന്ദു ആയിരുന്നു. കട്ടർ ഹിന്ദു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. അമ്മി ശബ്ദ് മുസൽമാനോ കെ ഘർ മേ ഇസ്തേമാൽ ഹോത്താ ഹെ. അമ്മി എന്ന വാക്ക് മുസ്ലിംസ് ആണ് യൂസ് ചെയ്യുക, അവരാണ് അമ്മി എന്ന് പറയുക. किंतु जब टोपी शुक्ला के मुख से अम्मी शब्द सुना गया तब घर वालों के होश उड़ गए. ശുക്ലയുടെ വീട്ടിൽ ടോപ്പി ശുക്ലയുടെ വായിൽ നിന്ന് അമ്മി എന്ന് കേട്ട സമയത്ത് അവൻ്റെ വീട്ടിലുള്ളവരുടെ എല്ലാം ബോധം പോയി. അതിൻ്റെ അർത്ഥം അവർക്കൊരു വല്ലാത്ത വിചിത്രമായിട്ടോ അല്ലെങ്കിൽ ദേഷ്യമോ ഒക്കെ തോന്നി. ശുക്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോർത്തിലെ ഒരു സർനെയിമാണ്, അത് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു സർനെയിമാണ്, അത് ബ്രാഹ്മിൺസിൽ വരുന്നതാണ്. അതാണ് അവർക്ക് ഇത്രയും തോന്നാൻ കാരണം എന്നാണ് ഇവിടെ അർത്ഥം. ഉൻകി പരമ്പരാവും കി ദീവാർ ഡോൽനെ ലഗി. അവരുടെ പരമ്പരകൾ, അവരുടെ ട്രഡീഷൻ എന്നുള്ള അതിൽ ദീവാർ ഡോൽനെ ലഗി പറഞ്ഞാൽ അതിനൊരു ദീവാർ എന്ന് വെച്ചാൽ എന്താണ്? ചുമര് അല്ലേ. പറഞ്ഞാൽ അതിലൊക്കെ തടസ്സം തോന്നി. ഉൻക ധർമ്മ സങ്കട്മേ പടുകയ. അവരുടെ ധർമ്മത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്ന പോലെ, പ്രോബ്ലംസ് കാണുന്ന പോലെ അവർക്ക് തോന്നി. അല്ലെങ്കിൽ ധർമ്മസങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദുഃഖത്തിനും പറയും അല്ലേ, ധർമ്മസങ്കടത്തിലായി എന്ന് പറയില്ലേ. സഭി കി ആംഖേ ടോപ്പി കെ ചെഹരെ पर जम गई कि उनकी संस्कृति के विपरीत यह शब्द घर में कैसे आ गया. എല്ലാവരുടെ കണ്ണുകളും ടോപ്പിയുടെ മുഖത്ത് ആയി. ടോപ്പിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവരുടെ സംസ്കൃതിക്ക് വിപരീത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ട്രഡീഷൻ്റെ, അവരുടെ സംസ്കാരത്തിൻ്റെ വിപരീതമായിട്ടുള്ള വാക്കുകൾ ഈ വീട്ടിൽ എങ്ങനെ എത്തി എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി. ജബ് ടോപ്പി ने बताया कि यह उसने अपने दोस्त इफ़न के घर से सीखा है. അപ്പോൾ ടോപ്പി പറഞ്ഞു അത് അവൻ്റെ ഫ്രണ്ട് ഇഫൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചതാണ്, അങ്ങനെ കേട്ടതാണ് ഈ വാക്ക്. तो उसकी माँ व दादी ने उसको उसकी खूब जमकर पिटाई. അവൻ്റെ അമ്മയും ടോപ്പിയുടെ അമ്മയും ദാദിയെല്ലാം അവനെ അടിച്ചു. नेक्स्ट क्वेश्चन, 10 अक्टूबर सन 45 का दिन टोपी के जीवन में क्या महत्व रखता है? 10 अक्टूबर 1945 എന്ന ദിവസം ടോപ്പിയുടെ ജീവിതത്തിലെ എന്ത് മഹത്വമാണ്, എന്ത് ഇമ്പോർട്ടൻസ് ആണ് ആ ദിവസത്തിന് ടോപ്പിയുടെ ജീവിതത്തിൽ ഉള്ളത്? എന്താണുള്ളത്? ഒന്നുമില്ല. ഇഫൻ്റെ അച്ഛന് ട്രാൻസ്ഫർ ആയി അവരവിടുന്ന് പോയി അല്ലേ, അവൻ്റെ ഫ്രണ്ട് പോയി, അതിൻ്റെ വിഷമാണ് അവന്. 10 अक्टूबर सन 45 का वैसे तो कोई भी महत्व नहीं है. 10 अक्टूबर 1945 എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു മഹത്വം ഉള്ളതൊന്നും അല്ല ആ ദിവസം. ലേക്കിൻ യഹ് ദിൻ ടോപ്പി കെ ജീവൻ മേ വിശേഷ സ്ഥാൻ രഖ്താ ഹെ. എന്നാൽ ടോപ്പിയുടെ ജീവിതത്തിൽ ഇതിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. എന്താണ് എന്ന് വെച്ചാൽ, ക്യോങ്കി ഇസി താരീഖോ ഇഫൻ കെ പിതാക്കോ തബാദല മുറാദാബാദ് ഹോ ഗയാ താ. ഈ ദിവസം ആയിരുന്നു ഇഫൻ്റെ അച്ഛന് തബാദല എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ആയിട്ട് മുറാദാബാദ് എന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നത്. മുറാദാബാദ് യുപിയിലെ ഒരു സ്ഥലമാണ്. യഹ് തബാദല ഇഫൻ കി ദാദി കെ ദേഹാന്ത് കെ തോടെ ദിൻ ബാദ് ഹി ഹുവാ താ. ഈ ട്രാൻസ്ഫർ ഇഫൻ്റെ ദാദി മരിച്ച് കുറച്ച് ദിവസത്തിന് ശേഷമാണ് ആയിട്ടുണ്ടായിരുന്നത്. അബ് ടോപ്പി ബിൽക്കുൽ അക്കേല ഹോ ഗയാ താ. ഇപ്പം ടോപ്പി തികച്ചും ഒറ്റപ്പെട്ട പോലെ ആയി. ക്യോങ്കി ഇഫൻ കെ പിതാ की जगह आने वाले नए कलेक्टर के 3 बेटों में से किसी ने भी उससे दोस्ती नहीं की थी.
എന്തുകൊണ്ടെന്നാൽ ഇഫൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് വന്ന പുതിയ കലക്ടർ, ഇഫൻ്റെ അച്ഛൻ കലക്ടറായിരുന്നു അല്ലേ, അപ്പോൾ അവരൊഴിഞ്ഞു പോയതിന് ശേഷം വേറെ പുതിയ കലക്ടർ ആ പ്ലേസിൽ വന്നു. അപ്പോൾ അവരും ആ സെയിം വീട്ടിൽ ആ ക്വാർട്ടേഴ്സോ ഒക്കെ ആയിരിക്കും അവിടെ താമസിക്കും അല്ലേ. അപ്പോൾ ആ പ്ലേസിൽ വന്ന പുതിയ കലക്ടറുടെ മക്കൾ, 3 ആൺമക്കളായിരുന്നു. അവരാരും ഉസ്സെ ദോസ്തി നഹി കീ, ഇഫനോട് ഫ്രണ്ട്ഷിപ്പ് ചെയ്തില്ലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോപ്പി ने इफ़न से दादी बदलने की बात क्यों कही? ടോപ്പി ഇഫൻ്റെ അടുത്ത് അവരുടെ ദാദിമാരെ പറഞ്ഞ അച്ഛൻ്റെ അമ്മ അല്ലേ, ദാദി അച്ഛമ്മമാരെ എക്സ്ചേഞ്ച് ചെയ്യാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അതെന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത് ടോപ്പി ഇഫൻ്റെ അടുത്ത്? ആക്ച്വലി ടോപ്പിക്ക് ഇഫൻ്റെ ദാദിയെ വലിയ ഇഷ്ടമായിരുന്നു അല്ലേ. ടോപ്പിക്ക് ടോപ്പിയുടെ ദാദിയെ ഇഷ്ടമല്ലായിരുന്നു. ഇഫൻ്റെ ദാദിക്കും തിരിച്ചതേപോലെ തന്നെയാണ്, ടോപ്പിയെ നല്ല ഇഷ്ടമായിരുന്നു. അപ്പം നമുക്ക് നമ്മളുടെ ദാദിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് ടോപ്പി പറഞ്ഞു അല്ലേ. അപ്പം അതെന്താണെന്നാണ് ചോദിക്കുന്നത്. ടോപ്പിക്ക് ദാദിക സ്വഭാവ് അച്ഛാനത്ത, ടോപ്പിയുടെ ദാദിയുടെ സ്വഭാവം നല്ലതല്ലായിരുന്നു. പറഞ്ഞാൽ എന്തായിരുന്നു? വെറുതെ ചീത്ത പറയും ഒക്കെ ചെയ്യായിരുന്നു, ദേഷ്യപ്പെടും ഒക്കെ, വലിയ സ്നേഹത്തിലൊന്നും പെരുമാറില്ലായിരുന്നു. വഹ ഹമേഷ ടോപ്പിക്കോ ഡാണ്ട്തി ഫട്കാർത്തി തീ, അവരെപ്പോഴും ടോപ്പിയെ വഴക്ക് പറയുക ചീത്ത പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. ഡാണ്ടന ഫട്കാർന എന്ന് വെച്ചാൽ അത്ര തന്നെ, സ്കോൾഡിങ്, ചീത്ത പറയുമായിരുന്നു. വ കഭി ബി ഉസ്സെ പ്യാർ സെ ബാത് ന കർത്തി തീ, അവൻ്റെ അടുത്ത് ടോപ്പിയുടെ അടുത്ത് സ്നേഹത്തിൽ സംസാരിക്കുകയും ഇല്ലായിരുന്നു എപ്പോഴും. टोपी की दादी परंपराओं से बंधे होने के कारण कट्टर हिंदू थी. ടോപ്പിയുടെ ദാദി ആ പരമ്പരകൾ അവരുടെ ട്രഡീഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർ പക്കാ ഹിന്ദുവും ആയിരുന്നു. വേ ടോപ്പിക്കോ ഇഫൻ കെ ഘർ ജാനെ സെ റോക്തി തീ, അതുകൊണ്ട് എന്താണ് ടോപ്പിയെ ഇഫൻ്റെ വീട്ടിലേക്ക് പോകാൻ സമ്മതിക്കില്ലായിരുന്നു, പോകരുത് എന്ന് പറയുമായിരുന്നു. ദൂസരി ഓർ ഇഫൻ കി ദാദി ബഹുത് നരം സ്വഭാവ് കി തീ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ടോപ്പിയുടെ ദാദിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നേരെ ഇഫൻ്റെ ദാദി നേരെ തിരിച്ചായിരുന്നു. എങ്ങനെയായിരുന്നു? ബഹുത് നരം സ്വഭാവ് കി തീ, നരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്, വളരെ സോഫ്റ്റ് നേച്ചേർഡ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്വഭാവമുള്ളൊരു സ്ത്രീയായിരുന്നു ഇഫൻ്റെ ദാദി. ജോ ബച്ചോം പർ ക്രോധ് കർണ നഹി ജാൻതി തീ, കുട്ടികളുടെ മേലെ ദേഷ്യപ്പെടില്ലായിരുന്നു, എപ്പോഴും ദേഷ്യപ്പെടാൻ അറിയുകയേ ഇല്ലായിരുന്നു അവർക്ക്. ഇസി സ്നേഹക്കെ കാരണം ടോപ്പി ഇഫൻ സെ അപ്നി ദാദി ബദൽനേക്ക് ബാത് കർത്താ ഹെ, അപ്പോൾ ഈ സ്നേഹം കൊണ്ട് തന്നെയാണ് ടോപ്പി ഇഫൻ്റെ അടുത്ത് നമ്മൾക്ക് ദാദിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറയാനുള്ള കാരണം. പറഞ്ഞാൽ വളരെ സ്നേഹമായിട്ട് പെരുമാറുമ്പോൾ എന്താണ്, കുട്ടികൾക്ക് അതല്ലേ ആവശ്യം, സ്നേഹം, അല്ലാണ്ട് അവർക്ക് എന്താ വേണ്ടത്. അപ്പോൾ ടോപ്പിക്ക് വലിയ ഇഷ്ടമായിരുന്നു നമുക്ക് നമ്മളുടെ ദാദിമാരെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്താലോ എന്ന് പറയുമായിരുന്നു. ഉൻകി ബോലി ഭി ടോപ്പിക്കോ അച്ചി ലഗ്തി തീ, ഇഫൻ്റെ ദാദിയുടെ ബോലി, ആ ഭാഷ, അതും ടോപ്പിക്ക് ഇഷ്ടമായിരുന്നു. नेक्स्ट क्वेश्चन, पूरे घर में इफ़न को अपनी दादी से ही विशेष स्नेह क्यों था? മുഴുവൻ വീട്ടിലും ഇഫന് അവൻ്റെ ദാദിയോടായിരുന്നു ഒരു പ്രത്യേക സ്നേഹം, എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ചൊന്നുമില്ല, എന്താണ്, വീട്ടിൽ അവൻ എല്ലാവരെയും ഇഷ്ടമായിരുന്നു, പക്ഷേങ്കിൽ ദാദിയോട് കുറച്ച് കൂടുതലും കുറച്ച് പ്രത്യേക സ്നേഹമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ദാദി ഒരിക്കലും അവനെ ചീത്ത പറയുകയോ വഴക്ക് പറയുകയോ ഒന്നുമില്ല, എപ്പോഴും നല്ല സ്നേഹത്തോടെ പെരുമാറുമായിരുന്നു, അതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ആൻസർ നോക്കാം. പൂരെ ഘർ മേ ഇഫൻ കോ അപ്നി ദാദി സെ ഹി വിശേഷ സ്നേഹത, മുഴുവൻ വീട്ടിലും പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരെയും അപേക്ഷിച്ച് ഇഫന് ദാദിയായിരുന്നു കുറച്ച് പ്രത്യേക സ്നേഹം, കുറച്ച് സ്പെഷ്യലായിട്ട്. प्यार तो उसे अपनी अब्बू अम्मी अपनी बाजी तथा छोटी बहन से भी था. സ്നേഹം അവൻ്റെ അച്ഛനും അമ്മയും, ബാജി എന്ന് വെച്ചാൽ ചേച്ചിയും, പിന്നെ ചോട്ടി ബഹൻ അവനെക്കാട്ടിലും ചെറിയ അവൻ്റെ സിസ്റ്ററും, എല്ലാവരുടെ അടുത്ത് സ്നേഹമായിരുന്നു അവന്. पर ये सभी उसे कभी कभार तो डांट ही देते थे. പക്ഷേ ഇവരെല്ലാവരും എന്താണ്, ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ അവനെ വഴക്ക് പറയുകയെ അവൻ്റെ അടുത്ത് വഴക്കടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ദാദീനെ ഉസ്കാ ദിൽ കഭീ നഹി ദുഖായ, അവൻ്റെ ദാദിയാണെങ്കിൽ അവനെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ലായിരുന്നു. വഹ രാത് കോ ഉസെ തര തരക്കി കഹാനിയാം ബി സുനായ കർത്തി തീ, രാത്രി അവൻ്റെ ദാദി അവന് പല തരത്തിലുള്ള കഥകളും കേൾപ്പിക്കുമായിരുന്നു. ഇസിലിയെ വഹ അപ്നി ദാദി സെ ബഹുത് പ്യാർ കർത്താ താ, അതുകൊണ്ട് ഇഫന് അവൻ്റെ ദാദിയായിരുന്നു കൂടുതൽ സ്നേഹം. नेक्स्ट क्वेश्चन, इफ़न की दादी के देहांत के बाद टोपी को उसका घर खाली सा क्यों लगा? ഇഫൻ്റെ ദാദി മരിച്ചതിന് ശേഷം ടോപ്പിക്ക് ഇഫൻ്റെ വീട് കാലിയായിട്ട് തോന്നാൻ കാരണം എന്താണ് തോന്നാൻ കാരണം? ടോപ്പിക്ക് ഇഫനെയും ഇഫൻ്റെ ദാദിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ. അപ്പോൾ ഇഫനെ കാണാനും മാത്രമല്ല ഇഫൻ്റെ ദാദിയെ കാണാനും വേണ്ടിയിട്ടാണ് ആ വീട്ടിലേക്ക് പോകുന്നത്. ഇഫൻ്റെ ദാദി മരിച്ച സമയത്ത് എന്താണ്, പിന്നെ അവൻ അവിടെ ആവശ്യമുള്ള ആൾക്കാർ വേറെ ആരുമില്ല അല്ലേ. അപ്പം നമ്മൾ സ്നേഹിക്കുന്ന ആളെ പോയി, അപ്പോൾ പിന്നെ കാലി
കാലിയായിട്ട് തോന്നുമായിരുന്നു. ഇഫൻ കി ദാദി സ്നേഹമയി ഥി. ഇഫൻ്റെ ദാദി വളരെ സ്നേഹമുള്ളവളായിരുന്നു. വഹ ടോപ്പിക്കോ ബഹുത് ദുലാർ കർത്തി തി. അവർ ടോപ്പിയെ വളരെയധികം ലാളിച്ചിരുന്നു. ദുലാർ കർണ എന്ന് വെച്ചാൽ സ്നേഹിക്കുക, ലാളിക്കുക എന്നൊക്കെ പറയില്ലേ. ടോപ്പിക്കോ ബി സ്നേഹ വ അപ്പനത്വ കി ജറൂരത് തി. ടോപ്പിക്കും എന്താണ് സ്നേഹവും അപ്പനത്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എന്നുള്ള ഒരു അപ്പനാപ്പൻ എന്ന് പറയാം, എൻ്റെ ആണെന്നുള്ള ആ ഒരു ഫീലിങ്സ് അതും ഒക്കെ ആവശ്യമായിരുന്നു. കാരണം അവന് വീട്ടിലും അങ്ങനെ ഒരു സാഹചര്യം കുറവായിരുന്നു അല്ലേ. ടോപ്പി ജബ് भी इफ़न के घर जाता था वह अधिकतर उसकी दादी के पास बैठने की कोशिश करता था. അപ്പോൾ ടോപ്പി എപ്പോൾ ഇഫൻ്റെ വീട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിലും എന്താണ് കൂടുതൽ സമയവും ഇഫൻ്റെ ദാദിയുടെ അടുത്ത് തന്നെ സ്പെൻഡ് ചെയ്യുമായിരുന്നു. അവിടെ ഇരിക്കാൻ കോशिश करता था, ട്രൈ ചെയ്യുമായിരുന്നു. ക്യൂങ്കി ഉസ് ഘർ മേ വഹി ഉസെ സബ്സെ അച്ചി ലഗ്തി തി. എന്തുകൊണ്ടെന്നാൽ ആ വീട്ടിൽ ടോപ്പിക്ക് ഇഫൻ്റെ ദാദിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. ദാദി കെ ദേഹാന്ത് കെ ബാദ് ടോപ്പി കെ ലിയെ വഹാ കോയി ന ഥാ. അപ്പോൾ ദാദി മരിച്ചതിന് ശേഷം പിന്നെന്താണ് ടോപ്പിക്ക് അവിടെ ആരും ഇല്ലാത്ത പോലെ തന്നെ തോന്നുമായിരുന്നു. അവന് വേറെ ആരുമായിട്ടും അവിടെ അറ്റാച്ച്മെൻ്റ് ഇല്ല അല്ലേ. ടോപ്പിക്കോ വഹ ഘർ കാലി ലഗ്നെ ലഗ. അപ്പോൾ ടോപ്പിക്ക് ആ വീട് കാലിയായിട്ട് തോന്നി. ക്യോങ്കി ഇഫൻ കെ ഘർ കാ കേവൽ ഏക് ആകർഷൺ താ ജോ ടോപ്പി के लिए ख़त्म हो चुका था. എന്തുകൊണ്ടെന്നാൽ ഇഫൻ്റെ വീട്ടിലെ ഒരു ആകർഷണം പറഞ്ഞ ടോപ്പിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണ് ദാദി. അപ്പോൾ അവർ മരിച്ചു കഴിഞ്ഞു, അപ്പോൾ അതവിടെ കഴിഞ്ഞു, ആ കാര്യം അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇസി കാരണം ടോപ്പിക്കോ ഇഫൻ കി ദാദി കാ ദേഹാത് കെ ബാദ് ഉസ്കാ ഘർ കാലി സാ ലഗ്നെ ലഗാ. ഈ കാരണം കൊണ്ടാണ് ടോപ്പിക്ക് ഇഫൻ്റെ ദാദി മരിച്ചതിന് ശേഷം അവരുടെ വീട് കാലിയായി തോന്നി തുടങ്ങിയത്. नेक्स्ट क्वेश्चन, टोपी और इफ़न की दादी अलग अलग मजहब और जाति के थे. ടോപ്പിയും ഇഫൻ്റെയും ദാദിമാര് വേറെ വേറെ റിലീജിയൻ അഥവാ മതത്തിൽപ്പെട്ടവരും ജാതിയിൽപ്പെട്ടവരും ആയിരുന്നു. പർ ഏക് അഞ്ചാൻ അട്ടൂട്ട് റിസ്തേസെ ബന്ധേത്തെ. എന്നാൽ ഏതോ ഒരു അറിയാത്ത, അഞ്ചാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാത്ത, അട്ടൂട്ട് ഒരിക്കലും പൊട്ടാത്ത, ബ്രേക്ക് ആവാത്ത ഒരു റിസ്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബന്ധത്തിൽ അവർ അറ്റാച്ച്ഡ് ആയിരുന്നു, ബന്ധിച്ചിരുന്നുണ്ടായിരുന്നു. ഈ കഥൻ കെ ആലോക് മേ അപ്പനെ വിചാർ കീജിയെ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേലെ നിങ്ങൾ അതിനെ വ്യക്തമാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ബച്ച കോമൽ തഥാ നിഷ്കപട്ട് സ്വഭാവ് കാ ഹോത്താ ഹെ. കുട്ടികൾ കോമൾ എന്ന് പറഞ്ഞാൽ തന്നെയാണ് സെൻസിറ്റീവായിട്ട് നല്ല രീതിയിൽ അങ്ങനെ നിഷ്കപട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാപഢ്യം ഇല്ലാത്തത്, അങ്ങനെയുള്ളവർ നിഷ്കളങ്കമായവർ ഉള്ള സ്വഭാവത്തിൻ്റെതായിരിക്കും അല്ലേ. ഇവിടെ ഇഫനും ടോപ്പിയും അവർ കുട്ടികളാണ്, അപ്പോൾ അവർക്ക് സ്നേഹം മാത്രമേ അറിയുള്ളൂ, അവർ നിഷ്കളങ്കരാണ്. ഉസ്കെ ലിയെ മജബ് ഓർ ജാതി കാ കോയി മഹത്വ നഹി ഹോത്താ. അപ്പോൾ കുട്ടികൾക്ക് ജാതിയോ മതമോ ഒന്നും അവിടെ അവർക്ക് പ്രശ്നമല്ല, അവർക്കതൊന്നും ഇമ്പോർട്ടൻസ് അല്ല, അവർക്ക് സ്നേഹം മാത്രം. അവർ നന്നായി അവരുടെ അടുത്ത് പെരുമാറുക, സ്നേഹം കൊടുത്താൽ അവർക്ക് അത്രേ വേണ്ടൂ അല്ലേ. അതാണ് അവരുടെ പ്രായം. വഹ തോ ഇൻ സബ് ബാത്തോ സെ അൻജാൻ ഹോത്താ ഹെ. അപ്പോൾ കുട്ടികൾ ഈ പ്രായത്തിൽ എന്താണ് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം അൻജാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാത്ത കാര്യങ്ങളാണ്, ഇതിൽ നിന്നെല്ലാം ദൂരെയാണ് അവർ അല്ലേ. ഉസേ ജഹാം ബി പ്യാർ ഓർ മമത മിൽത്തി ഹെ ഉസി ഓർ ബർബസെ ആകർഷ ഹോ ജാത്താ ഹെ. കുട്ടികൾക്ക് എവിടുന്ന് സ്നേഹം കിട്ടുന്നുവോ, പ്യാർ മമത എല്ലാം സ്നേഹം തന്നെയാണ് അർത്ഥം. അപ്പോൾ കുട്ടികൾക്ക് എവിടുന്ന് സ്നേഹം കിട്ടുന്നുവോ അവരവിടെ അട്രാക്റ്റ് ആവും അല്ലേ, അവരവിടെ ആകർഷിക്കും. അപ്പോൾ ഉസി ഓർ ബർബസെ ആകർഷിത് ഹോ ജാത്താ ഹെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യത്യാസം ഒന്നും കാണാതെ അവർ ആകർഷിക്കപ്പെടും, അത്രേ ഉള്ളൂ. അപ്പോൾ ബർബസെ എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഉസി ഓർ ആകർഷിത് ഹോ ജാത്തേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇസിലിയെ തോ ഇഫൻ കി ദാദി കാ സ്നേഹ ഓർ മമത ടോപ്പി കോ മജഹബ് ഓർ ജാതി കി ദീവാരോं को പാർ അപ്നി ഓർ കീഞ്ച് ലേത്തി ഹെ. അതുകൊണ്ടാണ് ഇഫൻ്റെ ദാദിയുടെ സ്നേഹവും മമതയും എല്ലാം ടോപ്പിയെ മജ്ഹബ് ഓർ ജാതി കി ദീവാരോं के പാർ പറഞ്ഞാൽ ജാതി മതം എന്നുള്ളതിനെല്ലാം അപ്പുറം പറഞ്ഞാൽ അതെല്ലാം ബ്രേക്ക് ചെയ്ത് അതിൻ്റെ അപ്പുറം കടന്ന് അതിനെ കീഞ്ച് ലേത്തി ഹെ പറഞ്ഞാൽ ആകർഷിച്ചു കൊണ്ടുപോകുന്നത്. ഓർ ദോനോ അൻജാൻ ഹോത്തെ ഹുയെ ബി എക് അട്ടൂട്ട് റിസ്തേ മേ ബന്ധ് ജാത്തേ ഹെ. രണ്ടുപേരും അൻജാൻ ആയിട്ടും കൂടിയിട്ട് പറഞ്ഞാൽ ഒന്നും അറിയാത്തവരായിട്ടും കൂടിയിട്ട് ഒരു അട്ടൂട്ട് റിസ്തേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർതിരിക്കാൻ പറ്റാത്തത്, സെപ്പറേറ്റ് ആക്കാൻ പറ്റാത്തത്. ടൂട്ടണെന്ന് വെച്ചാൽ പൊട്ടുക, അട്ടൂട്ടെന്ന് വെച്ചാൽ പൊട്ടാത്ത, അതിൻ്റെ അർത്ഥം പൊട്ടിയാലല്ലേ സെപ്പറേറ്റ് ആവുക. അട്ടൂട്ടെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആകാൻ പറ്റാത്ത ഒരു റിലേഷനിൽ അവരെ ബന്ധിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോപ്പി 9वीं कक्षा में 2 बार फेल हो गए, बताइए.
ടോപ്പി 9th ക്ലാസ്സിൽ 2 പ്രാവശ്യം ഫെയിലായി. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ജഹീൻ ഹോനെ കെ ബാവജൂദ് ബി കക്ഷ മേ 2 ബാർ ഫെയിൽ ഹോനെ കാ ക്യാ കാരൺ ഥേ. ജഹീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിയുള്ളത്, ബുദ്ധിയുള്ള കുട്ടി ആയിട്ട് പോലും, ബാവജൂദ് എന്ന് വെച്ചാൽ അങ്ങനെ ആയിട്ട് കൂടി 9th ക്ലാസ്സിൽ 2 പ്രാവശ്യം ഫെയിലായി. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. ടോപ്പി ജഹീൻ അർത്ഥാത് ബഹുത് തേജ് ഹോഷിയാർ വ മെഹനത്തി ലഡ്കാത്ത. ടോപ്പി ജഹീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ബഹുത് തേജ്, അതിൻ്റെ അർത്ഥം ഫാസ്റ്റ്. അതിൻ്റെ അർത്ഥം ഇവിടെ എന്താണ്? ബുദ്ധിയുള്ള കുട്ടി. ഹോഷിയാർ സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ്. മെഹനത്തി ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയും ആണ്. അപ്പോൾ ഇതെല്ലാം ആയിട്ടും കൂടിയിട്ട് 2 പ്രാവശ്യം ഫെയിലായി. കിന്തു ഫിർ ബി വഹ് 9वीं कक्षा में 2 बार फेल हो गया था. എന്നിട്ടും അവൻ 9th ക്ലാസ്സിൽ 2 പ്രാവശ്യം ഫെയിലായി. इसके 2 कारण थे. അതിൻ്റെ 2 കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ पहले साल तो वह पढ़ ही नहीं पाया क्योंकि ആദ്യത്തെ ഒരു വർഷം അവൻ പഠിക്കാനേ പറ്റിയില്ല അവന്. എന്താ കാരണം എന്ന് വെച്ചാൽ घर के सदस्य उससे अपने अपने काम करवाते थे. വീട്ടിലുള്ള മെമ്പേഴ്സ്, ഓരോ ഫാമിലി മെമ്പേഴ്സും അവനെ കൊണ്ട് അവരവരുടെ പണികൾ ചെയ്യിപ്പിക്കുമായിരുന്നു. ജിസ് കാരണം ഉസെ പഠിനെ കാ സമയ ഹി ന മിൽ പാത്താ താ. ആ കാരണങ്ങളാൽ അവന് പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു. ഇനിയൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ ദൂസരേ സാൽ ഉസെ ടൈഫോയിഡ് ഹോ ഗയാ, ഇസ് കാരണം വഹ പാസ് നഹി ഹോ പായാ താ. 2ാമത്തെ വർഷം അവന് ടൈഫോയിഡ് വന്ന കാരണത്താൽ അവൻ പാസ്സായില്ല. नेक्स्ट क्वेश्चन, एक ही कक्षा में 2 बार बैठने से टोपी को किन भावनात्मक चुनौतियों का सामना करना पड़ा. അപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ 2 വർഷം അഥവാ 2 പ്രാവശ്യം ഇരിക്കേണ്ടി വന്ന സമയത്ത് ടോപ്പിക്ക് എന്തൊക്കെ തരത്തിലുള്ള ഭാവനാത്മക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള അവൻ്റെ ഫീലിങ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ചുനോത്തിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നത്. അപ്പോൾ एक ही कक्षा में 2 बार बैठने से टोपी को निम्नलिखित भावनात्मक कठिनाइयों का सामना करना पड़ा. ഒരേ ക്ലാസ്സിൽ 2 പ്രാവശ്യം ഇരിക്കേണ്ടി വന്ന സമയത്ത് താഴെ പറയുന്ന ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ അവന് നേരിടേണ്ടി വന്നു. വह अकेला पड़ गया था क्योंकि उसके दोस्त 10वीं कक्षा में थे और इसमें उसका कोई नया दोस्त नहीं बन पाया. അവൻ ഒറ്റയ്ക്കായിപ്പോയി. അക്കേല പട് ഗയാ था, ഒറ്റയ്ക്കായിപ്പോയി. പിന്നെ ഉസ്കെ ദോസ്ത് അവൻ്റെ ഫ്രണ്ട് എന്താണ് 10ാം ക്ലാസ്സിലേക്കായി. 9ലുള്ളവരെല്ലാം 10ാം ക്ലാസ്സിലേക്ക് പോയില്ലേ. പിന്നെന്തായി? ഉസ്കാ കോയി നയാ ദോസ്ത് നഹി ബൻ പായ. അവൻ്റെ ആരും പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ അവന് കഴിഞ്ഞില്ല. പറഞ്ഞാൽ അതിന് മുമ്പേ 8ലുള്ളവർ ഇപ്പോൾ 9ലെത്തി. വേറെ പുതിയ ഫ്രണ്ട്സിനൊന്നും അവന് കിട്ടിയില്ല. വഹ ശരം കെ കാരണം കിസി കെ സാത്ത് അപ്പനെ ദിൽ കി ബാത് ന കർ പാത്താ താ. അവൻ നാണക്കേട് കൊണ്ട് അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും ആരുടെ അടുത്തും പറയാൻ സാധിച്ചില്ല, അവന് പറഞ്ഞിരുന്നില്ല. വഹ അധ്യാപകോं की ഹസ്സി കാ പാത്ര ഹോത്താ താ. അവൻ അധ്യാപകരുടെ ഒരു പരിഹാസപാത്രമായി മാറി. പറഞ്ഞ പരിഹസിക്കുക, ഹസ്സി കാ പാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിഹസിക്കാനുള്ള ഒരാളായി മാറി. ക്യോंकि कक्षा में आने पर अध्यापक कमज़ोर लड़कों के रूप में उसका उदाहरण देते. അതെങ്ങനെയാണ് അവർ ചെയ്യുന്നുണ്ടായിരുന്നത്? അധ്യാപകരെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് കംസോർ ലഡ്കോं के रूप में ഏറ്റവും വീക്കായിട്ടുള്ള കുട്ടി എന്ന രൂപത്തിൽ എന്ന ഒരാളായിട്ട് അവനെ ഉദാഹരണം എടുക്കുമായിരുന്നു. അങ്ങനെ ഒരു വീക്കായിട്ടുള്ള കുട്ടി പറയുന്ന സമയത്ത് അതിന് ഉദാഹരണമായിട്ട് ടോപ്പിയെ പറയുമായിരുന്നു. ഓർ ഉസേ അപമാനിത് കർത്തേ ഹുയെ വ്യംഗ് കർത്തേ തേ. അങ്ങനെ പറഞ്ഞ് അവനെ അപമാനിച്ചിട്ട് പരിഹസിക്കുമായിരുന്നു. വ്യംഗ്യകർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിഹസിക്കുക, നമ്മൾ സർക്കാസ്റ്റിക് ആയിട്ടെന്നൊക്കെ പറയില്ലേ. കക്ഷാക്കി ഛാത്ര ബി ഉസ്ക മസാഖ് ഉഠാത്തേ തേ. അതുപോലെ തന്നെ ക്ലാസ്സിലെ സ്റ്റുഡൻസും ക്ലാസ്സിലെ കുട്ടികളും എല്ലാം അവനെ പരിഹസിക്കുമായിരുന്നു. മസാഖ് ഉഡാന എന്ന് വെച്ചാലും എന്താണ്? പരിഹസിക്കുക. नेक्स्ट क्वेश्चन, टोपी के भावनात्मक परेशानियों को मद्देनज़र रखते हुए शिक्षा व्यवस्था में आवश्यक बदलाव सुझाइए. ടോപ്പിയുടെ ഭാവനാത്മക് പരേശാനിയ, ഈ ഇമോഷണൽ ആയിട്ടുള്ള ഈ പ്രശ്നങ്ങൾ അതിനെ മധ്യ നസർ റഖ്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ശിക്ഷാ വ്യവസ്ഥമേ എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറഞ്ഞിരിക്കുകയാണ്. പറഞ്ഞാൽ എന്താണ്? അവനെ അപമാനിക്കുന്നുണ്ട് ക്ലാസ്സിൽ, പിന്നെ 2 പ്രാവശ്യം ഫെയിലാവുന്നുണ്ട് അല്ലേ കുട്ടികളും അധ്യാപകരും ഒക്കെ. അപ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്, ഒരുപാട് ചെയ്യാൻ ഇല്ലാത്ത കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ टोपी के भावनात्मक परेशानियों को मद्देनज़र रखते हुए शिक्षा व्यवस्था में कुछ आवश्यक बदलावों की आवश्यकता है. सुझाव इस प्रकार है. അപ്പോൾ ടോപ്പിയുടെ ഇമോഷണൽ ആയിട്ടുള്ള ഈ പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് അല്ലെങ്കിൽ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഈ ചേഞ്ചസ് വരുത്തേണ്ടത് ആവശ്യമാണ്. സുജാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സൊല്യൂഷന് വേണ്ട കാര്യങ്ങൾ.
किसी भी छात्र को एक ही कक्षा में 2 बार फेल नहीं करना चाहिए, दूसरी बार उसे अगली कक्षा में बैठा देना चाहिए. ഏത് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ഒരേ ക്ലാസ്സിൽ 2 പ്രാവശ്യം ഫെയിലാക്കാൻ പാടില്ല. ദൂസരി ബാർ ഒരു പ്രാവശ്യം ആയാൽ കൂടിയിട്ട് രണ്ടാമത്തെ പ്രാവശ്യം എന്താണ് വേറെ ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ അവരെ ഇരുത്തണം എന്നാണ് പറയുന്നത്. ഇപ്പം അങ്ങനെ തന്നെയല്ലേ ഏകദേശം എല്ലാ സബ്ജക്റ്റിലും ഫെയിലായാൽ കൂടിയിട്ട് ഏകദേശം 9 വരെ അല്ലെങ്കിൽ 10 വരെ എന്താണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അല്ലേ. കാരണം കുട്ടികളാണ്, ഇനിയും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അവരെ പറഞ്ഞ് മനസ്സിലാക്കിയ കുറച്ചും കൂടി നന്നായി അവരെ ട്രെയിൻ ചെയ്തെടുത്താൽ അവർ പഠിക്കാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട് അല്ലേ. അല്ലാണ്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നും അല്ല അത്. നമ്മൾ ഈ ഒരു മാർക്ക് കണ്ടിട്ട് അവരെങ്ങനെ ഫെയിലാക്കാൻ പാടില്ല. അപ്പം ഇനി എന്താണ് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇനി മോശമാവുകയുള്ളൂ സ്ഥിതി. അതുകൊണ്ടൊക്കെ നെക്സ്റ്റ് പോയിന്റ്, छात्र जिस विषय में पास न हो रहा हो उसे हटा दिया जाए, विषय चुनाव की छूट मिलनी चाहिए. സ്റ്റുഡൻറ്റ് ഏത് വിഷയത്തിലാണോ അവർ ഫെയിലായിക്കൊണ്ടിരിക്കുന്നത്, പാസ്സാകാതിരിക്കുന്നത്, ആ സബ്ജക്റ്റ് അവരിൽ നിന്നും മാറ്റുക. പറഞ്ഞാൽ അവർക്കത് പറ്റാത്തതായിരിക്കും, ചിലപ്പോൾ അതിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല. അതിൻ്റെ അർത്ഥം അവർക്ക് ബുദ്ധിയില്ല, ഒന്നും ചെയ്യാൻ കഴിവില്ല എന്നല്ല അല്ലേ. അവർക്ക് ഇൻട്രസ്റ്റ് വേറെ വല്ല സബ്ജക്റ്റ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്, ചെറിയ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ. ഇപ്പോൾ വിഷയ് ചുനാവ് കി ചൂട്ട് മിൽനി ചാഹിയേ, അതാ പറയണത് വിഷയം തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഉണ്ടാവണം. പറഞ്ഞാൽ ഇപ്പം തന്നെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം മാത്സിലാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡും ബേസിക്കും അങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടില്ലേ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടികളെ ഏതെടുക്കുക, ബേസിക് അല്ലാത്തവർ സ്റ്റാൻഡേർഡ്, അങ്ങനെയൊക്കെയുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞതാട്ടോ ഞാൻ. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് വെക്കണം എന്നാണ് പറയുന്നത്. ബच्चों को अंकों के आधार पर नहीं अपितु ग्रेड के आधार पर अगली कक्षा में भेज देना चाहिए. പിന്നെ കുട്ടികളെ മാർക്സിൻ്റെ ബേസിൽ, അങ്ക് എന്ന് വെച്ചാൽ നമ്പർ പറഞ്ഞാൽ ഇത്ര മാർക്ക് എന്നുള്ള ആ ബേസിൽ അല്ലാതെ ഗ്രേഡിനെ ബേസ് ചെയ്തിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ അവരെ ഇരുത്തേണ്ടത്. താക്കി വഹ അപ്പനി സ്ഥിതി പെഹചാൻ കർ മെഹനത്ത് കർ സക്കെ. അപ്പനി എന്ന് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇല്ല, കണ്ടിന്യൂഷനാണ് കേട്ടോ. അപ്പം ഗ്രേഡ് അനുസരിച്ചിട്ടായിരിക്കണം അവരെ അടുത്ത ക്ലാസ്സിലേക്ക് ഇരുത്തേണ്ടത്. താക്കി സോ ദാറ്റ് എന്താണ് അവൻ ആ സ്റ്റുഡൻറ്റ് ആരായാലും അവനോ അവളോ ആരായാലും അവരുടെ സ്ഥിതി മനസ്സിലാക്കി അവർ ഇനിയും കൂടി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് അവർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. अध्यापकों को कड़ा निर्देश देना चाहिए कि कक्षा में फेल होने वाले छात्रों को अपमानित न कर उनका हौसला बढ़ाते हुए उनकी मदद करे. പിന്നെ അധ്യാപകർക്ക് കടാ നിർദ്ദേശം, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. എന്താണ്, ക്ലാസ്സിൽ ഫെയിലാവണ കുട്ടികളെ ഒരു വിധത്തിലും അപമാനിക്കാൻ പാടില്ല. അവരെ പറ്റി ഇങ്ങനൊന്നും സംസാരിക്കുക, അവർക്ക് വിഷമാവുന്ന വിധത്തിൽ ഇങ്ങനൊന്നും പറയാൻ പാടില്ലെന്ന് മാത്രമല്ല, ഉൻകാ ഹോസ്ല ബടാത്തെ ഹുയെ അവരുടെ കോൺഫിഡൻസ് കൂട്ടണം അല്ലേ. അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടാത്ത വിധത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പോലുള്ള കാര്യങ്ങൾ സംസാരിക്കണം. അതുപോലെ അവരെ സംസാരിച്ച് അങ്ങനെ അവരുടെ ഹെൽപ്പ് ചെയ്യണം. नेक्स्ट क्वेश्चन, इफ़न की दादी के मायके का घर कस्टोडियन में क्यों चला गया. കസ്റ്റോഡിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കെട്ടിടം അല്ലെങ്കിൽ ബിൽഡിങ് നോക്കി നടത്തുന്ന ഒരാളെയാണ് കസ്റ്റോഡിയൻ എന്ന് പറയുക. പക്ഷേ ഇവിടെ എന്താണ് പിന്നൊരു മീനിങ് എന്താ വെച്ചാൽ ഉടമസ്ഥാവകാശം ഇല്ലാത്ത അവസ്ഥയിൽ പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങോ വീടോ എന്തെങ്കിലും അതിന് ഉടമസ്ഥനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിലേക്ക് പോകും, അതിനെ പിന്നെ ഗവൺമെൻറ് ഏറ്റെടുക്കും. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കസ്റ്റോഡിയൻ എന്ന് വെച്ചാൽ. അപ്പോൾ ഇഫൻ്റെ ദാദിയുടെ വീട്, ഇഫൻ്റെ ദാദിയുടെ മൈക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫൻ്റെ ദാദി ജനിച്ചു വളർന്ന വീട്, അമ്മയുടെ വീട്, അത് കസ്റ്റോഡിയനിലേക്ക് പോകാൻ കാരണം എന്തായിരുന്നു. ഇഫൻ കി ദാദി പൂർവി രാജ്യക്ക് രഹനെ വാലി തീ. ഇഫൻ്റെ ദാദി പൂർവി ഈസ്റ്റേൺ സൈഡിലുള്ള സ്റ്റേറ്റിൽ താമസിച്ച പറഞ്ഞാൽ ജനിച്ചു വളർന്ന സ്ത്രീ ആയിരുന്നു. എന്ന് വെച്ചാൽ ആസാം, അരുണാചൽ പ്രദേശൊക്കെ ഇല്ലേ ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിൽ വരുന്നത്. ലേക്കിൻ വഹ വിവാഹക്ക് ബാദ് ലക്നൗ ആകെത്തി. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ ലക്നൗവിലേക്ക് വന്നു. അതിൻ്റെ അർത്ഥം എന്താണ്, അവർ കല്യാണം കഴിച്ച അവരുടെ ഹസ്ബൻഡ് ലക്നൗവിൽ താമസിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അവർ കല്യാണം കഴിഞ്ഞതിന് ശേഷം ലക്നൗവിലേക്ക് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു. വിഭാജൻ കെ സമയ ഉൻകെ മൈക്കെ കെ ലോഗ് ഭാരത് മേ അപ്നാ ഘർ ചോഡ്കർ കറാച്ചി പാകിസ്ഥാൻ ചലേ ഗയേ थे. വിഭാജൻ കെ സമയ ഇന്ത്യ ഡിവൈഡ് ആയ സമയത്ത് ഉൻകെ മൈക്കെ കെ ലോഗ് അവരുടെ അമ്മയുടെ വീട്ടുകാർ, ആരുടെ അമ്മയുടെ, ഇഫൻ്റെ ദാദിയുടെ അമ്മയുടെ വീട്ടിലുള്ളവർ ഭാരത് മേ അപ്നാ ഘർ ചോഡ്കർ ഭാരതത്തിൽ അവരുടെ വീട് വിട്ടിട്ട് കറാച്ചിയിലേക്ക് പോയി, പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് പോയി അവർ.
थे എന്ന് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ്, ചലേ ഗയേ थे കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ്. ഇസ്ലിയെ അതുകൊണ്ട് ദാദി കാ വഹ ഘർ ലാവാരിസ് ബൻകർ രഹ ഗയാ താ. ലാവാരിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അനാഥമായി കിടക്കുന്ന എന്തെങ്കിലും ഒരു സാധനമോ ബിൽഡിങ്ങോ ആളോ എല്ലാത്തിനെയും പറയാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ ഒരു അനൗൺസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കേട്ടിട്ടില്ലേ, ലാവാരിസ് വസ്തുവും കോന ചുവേ പറഞ്ഞാൽ ഉടമസ്ഥാവകാശം ഇല്ലാതെ എന്തെങ്കിലും ഇപ്പോൾ ടിഫിൻ ബോക്സ് ഒക്കെ കിടക്കുന്നുണ്ട്, അതിൽ വല്ല ബോംബൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതിനെ ലാവാരിസ് എന്ന് പറയും. ഉടമസ്ഥാൻ ഇല്ലാത്ത ഒരു സാധനമോ ബിൽഡിങ്ങോ എന്തെങ്കിലും. അപ്പോൾ ദാദിയുടെ ആ വീടിന് ഉടമസ്ഥൻ ഇല്ലാതെ ആയി, അങ്ങനെ ആയി അത്. लावारिस बनकर रह गया था. इसी कारण से दादी के मैके वाले घर पर का कब्जा हो गया. അതുകൊണ്ടാണ്, ഈ കാരണം കൊണ്ടാണ് ദാദിയുടെ മയക്കയിലെ വീടിന് കസ്റ്റോഡിയൻ്റെ കസ്റ്റഡിയിൽ ആയത്. കബ്സ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾഡ്, അധികാരം, കസ്റ്റഡി. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.